പ്രിയപ്പെട്ടവരെ, വായിക്കാനും ചിന്തിക്കാനും ഒക്കെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം അഡ്വക്കേറ്റ് ഷാജഹാൻ പയ്യൂരിൽ. പുസ്തകങ്ങളിലൂടെ എന്ന ഈ ചാനലിൽ ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് രാജാവ് എങ്ങനെയുണ്ടായെന്ന് അറിയും. രാജാവിനെ പറ്റിയിട്ട്, രാജാക്കന്മാരെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടില്ല. പല രാജ്യങ്ങളിലും ഇപ്പോഴും രാജഭരണം തന്നെയാണ്. നമ്മുടെ രാജ്യത്തൊക്കെ ജനാധിപത്യ ഭരണമായി. അപ്പോൾ ഈ രാജാവ് എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത് പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ സെഷനിൽ, ഈ ബജറ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള സെഷനിൽ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള സംസാരങ്ങൾ ശ്രദ്ധിക്കേണ്ടായി. ഒരു MLA ഒരു പുസ്തകം പറയുന്നു, അതിനെപ്പറ്റി അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അടുത്ത MLA മറ്റൊരു പുസ്തകത്തെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഉദാഹരണത്തിന് ന്യൂ ലിബറലിസം, അതേപോലെ മറ്റു പല പുസ്തകങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു ഭരണകക്ഷി MLA പറയേണ്ടായി, കിങ് ഈസ് ദ ബെഗർ എന്നുള്ളൊരു കോട്ട്. അപ്പോൾ ഈ കോട്ട് രാജാവ് യാചകനാണ് എന്നുള്ളതല്ല, പക്ഷേ മറിച്ച് രാജാവിൻ്റെ കയ്യിലുള്ള സ്വത്തുക്കളൊക്കെ ജനങ്ങളുടെ സ്വത്തുക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ സ്വത്തുക്കൾ കൃത്യമായിട്ട് ഇപ്പോൾ നികുതി പോലെയുള്ള വഴികളിലൂടെ പിരിച്ചെടുത്ത് രാജാവ് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പണിയാണ് രാജാവ് എടുത്തിരുന്നത്. അതാണ് രാജാവ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു പുസ്തകം, ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള കുറേ കത്തുകൾ പുസ്തകമാക്കിയിട്ടുള്ളത് ഉണ്ട്. ഈ ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധി ചെറിയ കുട്ടിയാകുമ്പോൾ എഴുതിയിട്ടുള്ള കത്തുകളാണ്. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള പുസ്തകമാണ്. ചെറിയ കുട്ടികൾക്ക് എഴുതിയിട്ടുള്ള കത്തുകൾ പുസ്തകമായപ്പോൾ ആർക്കും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവും. അപ്പം നമ്മൾ വന്ന വഴികളാണ്, മനുഷ്യരെങ്ങനെ പല രാജ്യങ്ങളിലും എത്തി, അല്ലെങ്കിൽ മനുഷ്യരെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ രാജ്യങ്ങളായിട്ട് എങ്ങനെ മാറി. അപ്പോൾ ആദ്യം കണ്ടുപിടിച്ചത് തീയാണത്ര. അപ്പോൾ ഈ കത്തുകൾ എഴുതുന്നത് ചെറിയ കുട്ടിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി 10 വയസ്സുള്ള കുട്ടിയാണ്. 1929 കാലത്തിലാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പോൾ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് പിന്നീട് ഈ കത്തുകൾ ഈ പുസ്തകമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് മനുഷ്യരുടെ ഡെവലപ്മെൻറ്റ്സ്, മനുഷ്യരിങ്ങനെ യാത്ര ചെയ്യണം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക്. ആദ്യം മാത്രമായിരുന്നു പണി, കാരണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ പല മൃഗങ്ങളെ വേട്ടയാടി, അല്ലെങ്കിൽ കായ്ക്കനികളൊക്കെ ഭക്ഷിച്ച്, പിന്നീട് മൃഗങ്ങളെ വേട്ടയാടിയിട്ട് ഭക്ഷിക്കുന്നുണ്ട്. അതേപോലെ തീയുടെ കണ്ടുപിടുത്തം ഒക്കെ അതിനൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട്. തീ കണ്ടുപിടിച്ചതിന് ശേഷമാണ് മനുഷ്യന് വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ മനുഷ്യർ മൃഗങ്ങളെ പേടിക്കാതെ ജീവിക്കാൻ തുടങ്ങിയത് ബുദ്ധി ഉണ്ടായപ്പോഴാണ്. കാരണം മനുഷ്യരെക്കാളും വലിയ സൈസുള്ള, വലിയ ശക്തിയുള്ള മൃഗങ്ങളെ പേടിച്ചിട്ടായിരുന്നു മനുഷ്യ അന്ന് ജീവിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ബുദ്ധി വന്നപ്പോൾ ഈ ആനേനൊക്കെ നമ്മളിപ്പോൾ നയിച്ച് നടക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലത്തെ പവറിലേക്ക് മനുഷ്യ എത്തി. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യ വ്യത്യസ്തമായി മാറാൻ കാരണം ബുദ്ധിയാണ് എന്നുള്ളതാണ്. അപ്പോൾ കൃഷി കണ്ടുപിടിച്ചത് മറ്റൊരു വിപ്ലവമായിരുന്നു എന്നുള്ളതാണ്. മനുഷ്യരിങ്ങനെ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ പിന്നീട് പല സ്ഥലങ്ങളിൽ മനുഷ്യരിങ്ങനെ നിൽക്കാനുണ്ടായിട്ടുള്ള കാരണം കൃഷിയാണ്. അപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഭൂമി വിട്ടു പോകാൻ മനുഷ്യർ താല്പര്യം ഇല്ലാതായി. ഒരുപാട് ഗോത്രങ്ങളായിട്ട് മനുഷ്യരങ്ങനെ അവിടെ പല സ്ഥലങ്ങളായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഈ ഗോത്രങ്ങൾക്കുള്ള സ്വത്തുക്കൾ മാനേജ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് പ്രായമുള്ള ഒരാളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ആ തിരഞ്ഞെടുത്തത് വർഗങ്ങളായിട്ട് മാറിയിട്ടുള്ള ആ മനുഷ്യരുടെ ഒരു കൂട്ടം. കാരണം മനുഷ്യരെ പട്ടിണി മാറിയൊക്കെ തുടങ്ങിയത് ഈ കൃഷി വന്നതിന് ശേഷമാണ്. കൃഷിയിലൂടെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഒരേ വർഷത്തിനും ഇവർക്ക് ശേഖരിക്കാൻ തുടങ്ങി. അതുപോലെ പൊതുവായിട്ടുള്ള സ്വത്താണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്വത്തുക്കളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം. അതാണ് വർഗ നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഗ നേതാവ് കൂട്ടത്തിൽ പ്രായമുള്ള ഒരാളായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് എത്ര. അപ്പോൾ ഈ വർഗ നേതാവാണ് പിന്നീട് എങ്ങനെ ഗ്രാജുവലി ഇയാൾ രാജാവായിട്ട് പിന്നീട് മാറിയത് എന്നുള്ളത് ആണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ 5000-10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള പല കാര്യങ്ങളും ചിലത് എവിഡൻസിൻ്റെ ബേസിലും ചിലത് പല അനുമാനങ്ങളുടെ ബേസിലൊക്കെയാണ് പറയുന്നത്. ചിലതിനോട് നമുക്ക് യോജിക്കാം, ചിലതിനോട് വിയോജിക്കാം. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമാണത്. അപ്പോൾ ഈ രാജാവായിട്ട് മാറിയത് ഈ വർഗ നേതാവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, വർഗ നേതാവ് ഇങ്ങനെ ജനങ്ങളുടെ പണമൊക്കെ പിരിച്ചെടുത്ത്, ഇയാളുടെ പണിയായിരുന്നു അത്, അയാളുടെ ഡ്യൂട്ടിയാണ് അത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ വിനിയോഗിക്കുന്ന പരിപാടിയാണ്.
അപ്പോൾ ജനങ്ങൾ എന്ത് പറയുന്നു അത് ചെയ്യും. ആർക്കൊക്കെയാണ് ആവശ്യങ്ങൾ, പൊതുവായിട്ടുള്ള സ്വത്താണല്ലോ. അപ്പോൾ പല ആവശ്യങ്ങൾക്ക് വരുമ്പോൾ അതിനൊക്കെ ഈ വർഗ നേതാവ് ഇടപെടും, പല ഒരു നായകത്വം വഹിക്കും എന്നുള്ളതാണ്. ജനങ്ങൾ തന്നെയായിരുന്നു ഇയാളെ തെരഞ്ഞെടുത്തിരുന്നത്. പക്ഷേ പിന്നെ പതുക്കെ വർഗ നേതാവ് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളെയൊക്കെ നോമിനേറ്റ് ചെയ്ത് തുടങ്ങി ഈ വർഗ നേതാവ് എന്നുള്ള പൊസിഷനിലേക്ക്. അപ്പോൾ ആദ്യമൊക്കെ ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് അതൊരു ശീലമായിട്ട് മാറി. അങ്ങനെ അവരുടെ ഈ വർഗ നേതാവിൻ്റെ കുടുംബം മൊത്തത്തിൽ ഈ ഒരു അധികാരം കൈയാളാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൂടെയുള്ള മനുഷ്യന്മാർ അധികാരികളും താഴെയുള്ള സാധാരണ മനുഷ്യന്മാർ ഭരിക്കപ്പെടുന്നവരും ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറ്റം വന്നു തുടങ്ങി. ഈ കൈമാറ്റം വരുന്ന സ്വത്തുക്കൾ വർഗ നേതാവിൻ്റെ കുടുംബങ്ങൾക്ക് ആയിട്ട് മാറി തുടങ്ങി. അവരുടെ പേഴ്സണൽ അസറ്റാണെന്ന് അവർ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പേഴ്സണൽ അസറ്റ്സ് ഉണ്ടായി തുടങ്ങിയപ്പോൾ ഇവർക്ക് അധികാരവും അത്ര അധികം വന്നു. സ്വാഭാവികമായിട്ടും ഇവർ വലിയ പവറിലേക്ക് എത്തി. അങ്ങനെയാണ് ഇവർ രാജാവായിട്ട് മാറിയത് എന്നുള്ളതാണ്. ആ രാജാക്കന്മാരെയാണ് പല രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് സഹിക്കാൻ വയ്യാണ്ട് പൊറുതി മൂട്ടിയിട്ട് പലരിനെയും ഓടിച്ചിട്ട് ജനാധിപത്യം പല രാജ്യങ്ങളും കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എങ്ങനെയുണ്ടായെന്നുള്ളത് വലിയ യാത്രയാണ്. മനുഷ്യൻ്റെ കുറേ വർഷങ്ങൾ എടുത്തിട്ടുള്ള യാത്രകളാണ്. അതിൻ്റെ ഇടയിൽ വർഗ നേതാവ് ഉണ്ടായി. ആ വർഗ നേതാവ് പിന്നെ പവർ കൂടി പിന്നീട് രാജാവായി മാറിയത് എന്നുള്ളതാണ്. ആ രാജാക്കന്മാരെ നമ്മൾ പല സ്ഥലത്തു നിന്നും പലരും മാറി ചിന്തിച്ചപ്പോൾ പിന്നീട് അവിടെ ജനാധിപത്യം ഉണ്ടായി, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വളരെ രസകരമായിട്ട് ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ താങ്ക് യു.